ഹലോ എവരിവൺ, അപ്പോൾ എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് സീരീസിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഡെയിലി ലൈഫിൽ, ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള 15 സെൻറ്റൻസസ് ആണ്. അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കുന്ന സെൻറ്റൻസ് തരണം എന്ന ആവശ്യപ്രകാരമാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ സെൻറ്റൻസിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ഈ സെൻറ്റൻസസ് ഒക്കെ എഴുതി വയ്ക്കാനും പ്രാക്ടീസ് ചെയ്യാനൊക്കെ റെഡി ആയിക്കും. ഒരു ബുക്കും പേനൊക്കെ കയ്യിൽ കരുതിക്കും. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഫസ്റ്റത്തെ സെൻറ്റൻസ്, അത് ശരിയല്ല. രണ്ട് രീതിയിൽ നമ്മൾ അത് ശരിയല്ല എന്ന് പറയും. ഒന്ന്, ഒരു ഉത്തരം അല്ലെങ്കിൽ ചെയ്തത് ശരിയാണോ എന്ന് നമ്മുടെ അടുത്ത് ചോദിക്കുമ്പോൾ നമ്മൾ പറയും അത് തെറ്റാണെങ്കിൽ അത് ശരിയല്ല എന്ന് പറയും, അല്ലേ? അല്ലെങ്കിൽ ചില പ്രവൃത്തികൾ, ചില ആക്റ്റുകൾ ശരിയല്ലെങ്കിൽ നമ്മൾ പറയും അത് ശരിയല്ല എന്ന് പറയും. എങ്ങനെയാണ് നമുക്കിത് ഇംഗ്ലീഷിൽ പറയാൻ പറ്റുക? ദാറ്റ്സ് നോട്ട് റൈറ്റ്. ഓക്കെ, എങ്ങനെ പറയാൻ പറ്റുക? That's not right. Okay, അത് ശരിയല്ല. Okay, that's not right. Okay, എൻ്റെ ഒപ്പം ഒന്ന് പറഞ്ഞു നോക്കിക്കോ. That's not right. Okay, ഇപ്പം ശരിയല്ലാത്ത കാര്യങ്ങൾ കാണുമ്പോൾ ഇംഗ്ലീഷിൽ അങ്ങ് പറഞ്ഞേക്കണം. എങ്ങനെ? That's not right. Okay, ഇനി ഒരാൾ ചോദിക്കുകയാണ് ഈ ഉത്തരം ശരിയാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് അത് തെറ്റാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് പറയാം That's not right. Okay, that's not right. Okay, അത് ശരിയല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ സെൻറ്റൻസിലേക്ക് കിടക്കാം. ഇതാ കുറച്ച് ആപ്പിളുകൾ. ഓക്കെ, ഇതാ കുറച്ച് ആപ്പിളുകൾ. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ സുഹൃത്തിൻ്റെ വീട്ടിൽ ചെന്നിരിക്കാമെന്ന് വിചാരിക്കും. ആ സുഹൃത്തിൻ്റെ അമ്മ നമ്മുടെ അടുത്ത് വന്നിട്ട് പറയണം ഇതാ കുറച്ച് ആപ്പിൾ, നിങ്ങളിന്ന് കഴിച്ചോ, ഇവിടെ ഇരുന്ന് കഴിച്ചോ എന്ന് പറയാം. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വരുമ്പോൾ നമ്മൾ പറയണം ഇതാ കുറച്ച് ആപ്പിൾ കഴിക്കും എന്ന് പറയും. ഓക്കെ, എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഹിയർ ആർ സം ആപ്പിൾസ്. എങ്ങനെ പറയാം? ഹിയർ ആർ സം ആപ്പിൾസ്. ഓക്കെ, ഇതാ കുറച്ച് ആപ്പിളുകൾ എന്ന് പറയാണ്. ഓക്കെ, ഇതാ കുറച്ച് ആപ്പിളുകൾ നിങ്ങളൊക്കെ കഴിക്കുക. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ പറയണം ഹിയർ ആർ സം മാംഗോസ്. അതേ കുറച്ച് മാങ്ങ കഴിക്കുക നിങ്ങളെല്ലാവരും എന്നൊക്കെ ഉള്ള രീതിയിൽ. ഓക്കെ, ഇവിടെ ഇതാ കുറച്ച് എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത്. ഇത് ഹിയർ ആർ സം ആപ്പിൾസ്. ഓക്കെ, അപ്പം നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഗസ്റ്റ് പറയാണ് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നേ, ഞങ്ങൾക്ക് ഇതൊന്നും കഴിക്കേണ്ട കാര്യമില്ലെന്ന്, വേണ്ടാന്നേ എന്നൊക്കെ നമ്മുടെ അടുത്ത് പറയാം. ഒരു വലിയ വെയിറ്റ് ഇടാന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ പറയും നോക്കുന്നേ, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നേ, ഒന്ന് കഴിച്ച് നോക്കുന്നേ എന്ന് പറയല്ലേ. എങ്ങനെ ഇംഗ്ലീഷ് പറയാം? ട്രൈ ഇറ്റ്, ടേസ്റ്റ് ഇറ്റ്. എങ്ങനെയാ പറയാം? ട്രൈ ഇറ്റ് അല്ലെങ്കിൽ പറയാം ടേസ്റ്റ് ഇറ്റ്. ഓക്കെ, നമുക്ക് പറയാം ഒന്ന് നോക്ക്, ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്ന് പറയാം, അല്ലേ? ആദ്യം നമ്മൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്ന് പറയും. എങ്ങനെ ചെയ്യാം? ട്രൈ ഇറ്റ്. എന്നിട്ട് നമ്മൾ പറയും ഒന്ന് കഴിച്ച് നോക്ക്, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്, ടേസ്റ്റ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ട്രൈ ഇറ്റ്, ടേസ്റ്റ് ഇറ്റ്. ഓക്കെ, ഇപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ വീട്ടിൽ കൊടുക്കുമ്പോൾ അവരത് കഴിക്കാതിരിക്കുമ്പോൾ നമുക്ക് അവരോട് ഇംഗ്ലീഷ് പറയാം എങ്ങനെ? ട്രൈ ഇറ്റ് അല്ലെങ്കിൽ പറയാം ടേസ്റ്റ് ഇറ്റ്. ഓക്കെ, നാലാമത്തെ സെൻറ്റൻസിലേക്ക് കിടക്കാം. നമ്മൾ നമ്മുടെ കൂട്ടുകാരോട് ചോദിക്കണം ഡാ നിൻ്റെ അടുത്ത് ഫോണുണ്ടോ? ഓക്കെ, നിൻ്റെ അടുത്ത് ഫോണുണ്ട്. ഓക്കെ, ചിലപ്പോൾ നമ്മുടെ ഫോണിൽ ചാർജ് തീർന്നിട്ടുണ്ടാകും, അല്ലെങ്കിൽ നമുക്ക് ഡയൽ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ കൂട്ടുകാരൻ്റെ അടുത്ത് ചോദിക്കുകയാണ് നിൻ്റെ അടുത്ത് ഫോണുണ്ടോ? ഡു യു ഹാവ് എ ഫോൺ? ഓക്കെ, ഡു യു ഹാവ് എ ഫോൺ? നിൻ്റെ അടുത്തൊരു ഫോൺ ഉണ്ടോ? ഇങ്ങനെ ചോദിക്കുക, ഡു യു ഹാവ് എ ഫോൺ. ഓക്കെ, ഒരു പ്രാവശ്യം കൂടി ചോദിച്ചോ, ഡു യു ഹാവ് എ ഫോൺ. ഓക്കെ, പാൻ ഉണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുക, ഡു യു ഹാവ് എ പാൻ. ഓക്കെ, ഡു യു ഹാവ് എ പാൻ. ഓക്കെ, നിൻ്റെ അടുത്ത് വാച്ച് ഉണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുക, ഡു യു ഹാവ് എ വാച്ച്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിൻ്റെ അടുത്ത് ഉണ്ടോ എന്ന് ചോദിക്കാനായിട്ട് നമുക്ക് അങ്ങനെ ചോദിക്കാം, ഡു യു ഹാവ് എ ഫോൺ അല്ലെങ്കിൽ ഡു യു ഹാവ് എ പെൻ അല്ലെങ്കിൽ ഡു യു ഹാവ് എ വാച്ച്, ഡു യു ഹാവ് എ ഷർട്ട്. ഓക്കെ, നിൻ്റെ അടുത്ത് ഷർട്ട് ഉണ്ടോ? ഓൾറൈറ്റ്, നമുക്കിനി അഞ്ചാമത്തെ സെൻറ്റൻസിലേക്ക് കിടക്കാം. നീ എപ്പോഴാണ് എണീറ്റത്? അതാണ് നമ്മുടെ അഞ്ചാമത്തെ സെൻറ്റൻസ്. നീ എപ്പോഴാണ് എണീറ്റത്? ഓക്കെ, നമ്മളെപ്പോഴും കൂട്ടുകാരുടെ അടുത്ത് ചോദിക്കുമല്ലേ, നമ്മുടെ അടുത്ത് വരാമെന്ന് പറയുന്ന സ്ഥലത്ത് വരാതൊക്കെ ആയി കഴിയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ലേറ്റ് നൈറ്റ് ഉറങ്ങാനൊക്കെ പോയിട്ട് പിറ്റേ ദിവസം രാവിലെ ഫോൺ ചെയ്തിട്ട് ചോദിക്കും എപ്പോൾ എണീറ്റു എന്ന് ചോദിക്കും. എങ്ങനെയാണ് നമുക്കത് ഇംഗ്ലീഷിൽ ചോദിക്കാനായിട്ട് പറ്റുക? വാട്ട് ടൈം ഡിഡ് യു വേക്ക് അപ്പ്? വാട്ട് ടൈം ഡിഡ് യു വേക്ക് അപ്പ്? നീ എപ്പോഴാണ് എണീറ്റ്? ഓക്കെ, വാട്ട് ടൈം ഡിഡ് യു വേക്ക് അപ്പ്? വാട്ട് ടൈം ഡിഡ് യു വേക്ക് അപ്പ്? ഓക്കെ, എപ്പോഴാണ് എണീറ്റത്? വാട്ട് ടൈം ഡിഡ് യു വേക്ക് അപ്പ്? നിൻ്റെ അഡ്രസ്സ് എന്താ? ഓക്കെ, നിൻ്റെ അഡ്രസ്സ് എന്താ? ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത് ഒരാൾ വർത്തമാനമൊക്കെ പറയാൻ വന്നു, നമ്മൾ ഒത്തിരി വിശേഷങ്ങളൊക്കെ പറഞ്ഞ് എല്ലാം സെറ്റായതിനു ശേഷം നമ്മൾ അവരുടെ അഡ്രസ്സ് വയ്ക്കും. അപ്പോൾ വയ്ക്കും നിൻ്റെ അഡ്രസ്സ് എന്താ? അല്ലെങ്കിൽ ഒഫീഷ്യലായിട്ടൊരു കാര്യത്തിന് നമുക്ക് ആളുകളോട് ചോദിക്കാം എന്താ നിങ്ങളുടെ അഡ്രസ്സ്? ഓക്കെ, എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം? വളരെ സിമ്പിളാണ്. എങ്ങനെ ചോദിച്ചേക്കാം? വാട്ട്സ് യുവർ അഡ്രസ്? ഓക്കെ, ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടെ നമുക്ക് ചോദിക്കാം, അല്ലേ? എങ്ങനെ? വാട്ട് ഈസ് യുവർ അഡ്രസ്? ഓക്കെ, വാട്ട്സ് യുവർ അഡ്രസ്? വാട്ട്സ് യുവർ അഡ്രസ്? ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് യുവർ അഡ്രസ് എന്നിങ്ങനെ നീട്ടി വലിച്ച് പറയുന്നതിനേക്കാൾ പകരം അതൊന്ന് ഷോർട്ടാക്കി ബ്യൂട്ടിഫുൾ ആയിട്ട് ഇങ്ങനെ ചോദിക്കാം. എങ്ങനെ? വാട്ട്സ് യുവർ അഡ്രസ്? ഓക്കെ, വാട്ട്സ് യുവർ അഡ്രസ്? ഇനി ചില സമയങ്ങളിൽ നമ്മുടെ സുഹൃത്തുക്കളോട് വയ്ക്കും എന്നാ നിൻ്റെ ബർത്ത്ഡേ? ഓക്കെ, എന്നാ നിൻ്റെ ബർത്ത്ഡേ? ഓക്കെ, എന്നാ നീ ജനിച്ച ദിവസം, അല്ലേ? നമുക്ക് വലിയ പരിചയമില്ലാത്ത ആളുകളാണെങ്കിൽ അവരുടെ അടുത്ത് ഒരു കമ്പനിയൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ചില ഒഫീഷ്യൽ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ചോദിക്കും എന്നാ നിൻ്റെ ബർത്ത്ഡേ? എങ്ങനെ ഇംഗ്ലീഷ് ചോദിക്കുക? വെൻ ഈസ് യുവർ ബർത്ത്ഡേ? ഓക്കെ, വെൻ ഈസ് യുവർ ബർത്ത്ഡേ? ഓക്കെ, എങ്ങനെ ചോദിക്കുക?
വെൻ ഈസ് യുവർ ബർത്ത്ഡേ. ഓക്കെ, അഗൈൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെൻ ഈസ് യുവർ ബർത്ത്ഡേ എന്നൊക്കെ ചോദിക്കുന്നതിന് പകരം വളരെ ഷോർട്ട് ആക്കിയിട്ട് സ്വീറ്റ് ആക്കിയിട്ട് ചോദിക്കാം. എങ്ങനെ? വെൻ ഈസ് യുവർ ബർത്ത്ഡേ. ഓക്കെ, വെൻ ഈസ് യുവർ ബർത്ത്ഡേ. ഓൾറൈറ്റ്. അവൻ എവിടെ നിന്നാണ് വന്നത്? നമ്മുടെ ഒരു സുഹൃത്ത് അവൻ്റെ ഒരു കൂട്ടുകാരനെ കുറിച്ച് പറയാം. വാതോരാതെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ചിലപ്പോൾ ചോദിക്കും, അവൻ എവിടെ നിന്നാണ് വന്നേ? ഓക്കെ, അവൻ എവിടെ നിന്നാണ് വന്നേ? ഓക്കെ, where did he come from? എങ്ങനെ ചോദിക്കാം? where did he come from? ഓക്കെ, where did he come from? ഇനി അവൻ എവിടെ നിന്നാണ് വരുന്നത് എങ്ങനെ ചോദിക്കാം? where does he come from? ഓക്കെ, where does he come from? അവൻ എവിടെ നിന്നാണ് വന്നിരുന്നത് എങ്ങനെ ചോദിക്കാം? where did he come from? ഓക്കെ, where did he come from? ചില സമയങ്ങളിൽ നമ്മുടെ സുഹൃത്തുക്കളും ബന്ധുക്കളൊക്കെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ മുള്ളും നിൽക്കുന്നത് പോലെ നിൽക്കും, ഇല്ലേ? 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഓടാനായിട്ട് നോക്കും. ഓക്കെ, ഞങ്ങൾ പോട്ടെ, തിരക്കുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വേഗം വിടാനായിട്ട് നോക്കും. അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ ബന്ധുക്കളുടെ അടുത്ത്, പ്രധാനപ്പെട്ട സുഹൃത്തുക്കളുടെ അടുത്തൊക്കെ നമ്മൾ ചോദിക്കും, കുറച്ച് നേരം കൂടി ഇവിടെ നിന്നൂടെ, കുറച്ച് നേരം കൂടി ഇവിടെ നിന്നൂടെ എന്ന് ചോദിക്കും. ഓക്കെ, എങ്ങനെ ഇംഗ്ലീഷ് ചോദിക്കുക? അടുത്ത പ്രാവശ്യം അവരങ്ങനെ ധൃതി വയ്ക്കുമ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ ചോദിക്കണം. ഇങ്ങനെ ചോദിച്ചേക്കണം, can't you stay a little longer? ഓക്കെ, എങ്ങനെ ചോദിക്കുക? can't you stay a little longer? ഓക്കെ, ഒരു പ്രാവശ്യം എൻ്റെ ഒപ്പം ഒന്ന് ചോദിച്ചു നോക്കിയേ, അവരുടെ അടുത്ത് ചോദിക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. എങ്ങനെയാ? can't you stay a little longer? ഓക്കെ, can't you stay a little longer? ഓക്കെ, ഞാൻ കുറച്ച് കാശ് കടം മേടിച്ചോട്ടെ. ഓക്കെ, നമ്മൾ ചിലപ്പോൾ നമ്മുടെ പാരൻറ്റിൻ്റെ അടുത്തോ സുഹൃത്തുക്കളുടെ അടുത്തൊക്കെ ആയിരിക്കും നമ്മളിത് പറയുന്നത്. ഞാൻ കുറച്ച് കാശ് കടം മേടിച്ചോട്ടെ. എങ്ങനെ ഇംഗ്ലീഷ് ചോദിക്കുക? can I borrow some money? ഓക്കെ, എങ്ങനെ ചോദിക്കുക? can I borrow some money? ഓക്കെ, can I borrow some money? ഓക്കെ, ഞാൻ കുറച്ച് കാശ് കടം മേടിച്ചോട്ടെ. ഞാനൊരു പേന കടം മേടിച്ചോട്ടെ എന്ന് എങ്ങനെ പറയാം? can I borrow a pen? ഓക്കെ, can I borrow a pen? ഓക്കെ, ഞാനൊരു പേന കടം മേടിച്ചോട്ടെ. ഞാനൊരു ഷർട്ട് കടം മേടിച്ചോട്ടെ എന്ന് എങ്ങനെ ചോദിക്കുക? can I borrow a shirt? can I borrow a shirt? ഓക്കെ, അപ്പോൾ ഞാൻ കാശ് കടം മേടിച്ചോട്ടെ എങ്ങനെ ചോദിക്കുക? can I borrow some money? നീ ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ടോ? ഓക്കെ, നീ ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ടോ? ഓക്കെ, നമ്മുടെ അടുത്ത് ഇംഗ്ലീഷ് പഠിക്കുന്ന ഒരുവിധ ആളുകളൊക്കെ പരസ്പരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നീ ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ടോ? ഓക്കെ, എങ്ങനെ ഇംഗ്ലീഷ് ചോദിക്കുക? do you study English? എങ്ങനെ ചോദിക്കുക? do you study English? നീ ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ടോ എങ്ങനെ ചോദിക്കുക? do you study English? നമുക്ക് ചോദിക്കാം, do you study German? ഓക്കെ, do you study German? do you study Latin? ഓക്കെ, അപ്പം എന്താ, നീ പഠിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നീ പഠിക്കുന്നോ എന്ന് ചോദിക്കുന്നതാണ് do you study English. ഇനി ഇംഗ്ലീഷിൻ്റെ വിശേഷമൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, നിനക്ക് മക്കളുണ്ടോ? ഓക്കെ, നിനക്ക് മക്കളുണ്ടോ? ഓക്കെ, അപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലായി നമ്മൾ ചോദിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് വിവാഹമൊക്കെ കഴിഞ്ഞ ആളാണ്. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, നിനക്ക് മക്കളുണ്ടോ? എങ്ങനെ ഇംഗ്ലീഷ് ചോദിക്കുക? do you have any children? നിനക്ക് മക്കളുണ്ടോ എങ്ങനെ ചോദിക്കുക? do you have any children? ഓക്കെ, എൻ്റെ ഒപ്പം ഒരുമിച്ച് ചോദിച്ചോ, do you have any children? ഒരു പ്രാവശ്യം കൂടി ചോദിച്ചോ, do you have any children? ഇനി നമ്മുടെ കുറച്ച് ബന്ധുക്കൾ വീട്ടിലേക്ക് വരാമെന്ന് വിചാരിക്കും. വന്ന ഉടനെ അവർ ചോദിക്കുകയാണ്, അമ്മ എവിടെ? അമ്മേനെ കാണാനില്ലല്ലോ, അല്ലെങ്കിൽ വൈഫിനെ കാണാനില്ലല്ലോ എന്ന് ചോദിക്കും. ഇപ്പം നമ്മുടെ അമ്മ, നമ്മുടെ വൈഫൊക്കെ ബഹുഭൂരിപക്ഷം സമയവും കിച്ചണിലാകാനാണ് സാധ്യത, അല്ലേ? നമുക്ക് ഫുഡ് അടിക്കാനൊക്കെ പാവം അവരാണ് പ്രിപ്പയർ ചെയ്ത് തരുന്നത്. അപ്പോൾ നമ്മൾ പറയും ഷീ ഈസ് ഇൻ ദ കിച്ചൺ. ഓക്കെ, ഷീ ഈസ് ഇൻ ദ കിച്ചൺ. ഓക്കെ, അമ്മ കിച്ചണിലുണ്ട് കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ ഭാര്യ കിച്ചണിലുണ്ട് കേട്ടോ. നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന ഒരു പ്രൊനൗണാണ് ഷീ. ഓക്കെ, ഷീ ഈസ് ഇൻ ദ കിച്ചൺ. ഓക്കെ, അവൾ കിച്ചണിലുണ്ട് എന്ന് പറയാണ്. ഇങ്ങനെ ഷീ ഈസ് ഇൻ ദ കിച്ചൺ. ഓക്കെ, അവൾ കിച്ചണിലുണ്ട്, ഷീ ഈസ് ഇൻ ദ കിച്ചൺ. ഓക്കെ, അപ്പോൾ നമ്മുടെ ബന്ധുക്കൾ ചോദിക്കുകയാണ്, ഇത് ഫുൾ ടൈം കിച്ചണിലാണോ? എപ്പോഴും ഈ പണി തന്നെയാണോ പണി? ഇവിടെ പുറത്തേക്കൊന്നും കാണാനില്ലല്ലോ എന്ന് പറയുമ്പോൾ നമ്മൾ രസത്തിൽ പറയും, ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ് അവർ. ഓക്കെ, അവർ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. ഓക്കെ, അങ്ങനെ ഇംഗ്ലീഷ് പറയാം, ഷീ ഈസ് വെരി ഹാർഡ് വർക്കിംഗ്. ഓക്കെ, എങ്ങനെ പറയാം? ഷീ ഈസ് വെരി ഹാർഡ് വർക്കിംഗ്. ഓക്കെ, ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. ഇങ്ങനെ പറയാം, ഷീ ഈസ് വെരി ഹാർഡ് വർക്കിംഗ്. ഓക്കെ, എൻ്റെ ഒപ്പം ഒന്നുകൂടെ പറഞ്ഞു കേട്ടോ, ഷീ ഈസ് വെരി ഹാർഡ് വർക്കിംഗ്. ഓക്കെ, അല്ലെങ്കിൽ ഇന്ന് നിങ്ങളുടെ അമ്മയെ, ഭാര്യ ഒക്കെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന കാണുമ്പോൾ അവിടെ ചെന്നിട്ട് പറയണം, യു വെരി ഹാർഡ് വർക്കിംഗ്. ഓക്കെ, യു വെരി ഹാർഡ് വർക്കിംഗ്. നിങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണ് കേട്ടോ. ആ ചിലവ് കൊണ്ട് അടി കിട്ടുന്നതിന് മുമ്പ് നമ്മൾ അവിടെ നിന്ന് മാറിപ്പോകണം എന്ന് മാത്രം. ഇനി നമുക്ക് അവസാനത്തെ സെൻറ്റൻസിലേക്ക് കടക്കാം. ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. ഓക്കെ, ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. ഓക്കെ, നമ്മൾ ഏതൊരു സമയത്ത് നമ്മുടെ ഫോൺ അവസാനിപ്പിക്കുന്നത് മിക്കവാറും ഈ ഒരു സെൻറ്റൻസ് പറഞ്ഞിട്ടായിരിക്കും, അല്ലേ? ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. എങ്ങനെ ഇംഗ്ലീഷ് പറയാം? I'll call back later. ഓക്കെ, എങ്ങനെ പറയാം? I'll call back later. ഓക്കെ, ഞാൻ നിന്നെ പിന്നീട് വിളിക്കാം. I'll call back later. ഓക്കെ, എങ്ങനെ പറയാം? I'll call back later. I will call back later എന്നതിനെയാണ് നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് പറയുന്നത്. എങ്ങനെ? I'll call back later. Okay, I'll call back later. Okay, അപ്പോൾ 15 സെൻറ്റൻസസ് നമ്മൾ പഠിച്ചു. ഈ 15 സെൻറ്റൻസസ് നിങ്ങൾ എഴുതിയെടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കണം. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം, നന്നായിട്ട്. ഓക്കെ, നമുക്ക് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യണം.
ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്യേണ്ടത് സംസാരിച്ചു കേട്ടുമാണ്. ഓക്കെ, ഞാൻ നിങ്ങളോട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു, അങ്ങനെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാനുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു പ്ലാറ്റ്ഫോം സജ്ജമാക്കിയിട്ടുണ്ട്. അതിൻ്റെ പേര് ഇംഗ്ലീഷ് മെൻറ്ററിങ് എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ അങ്ങ് കോൺടാക്ട് ചെയ്തു, നമുക്കെല്ലാം ശരിയാക്കാതെ. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അൺടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ലിൻറ്റോ.